ഗവൺമെന്റ് ജോലി എന്ന വ്യക്തമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് PSC റാങ്ക് ഫയൽ മുഴുവനാക്കണം എന്ന ഉദ്ദേശത്തോടെ ഈ ചാനലിലേക്ക് എത്തിച്ചേർന്ന് എൻ്റെ പ്രിയ ഭാവി ഗവൺമെന്റ് ജോലിക്കാർക്ക് നല്ല ഒരു വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ചാനലിലെ ഫിസിക്സിന്റെ ആദ്യത്തെ വോളിയം ഇവിടെ ആരംഭിക്കട്ടെ. ഭൗതികശാസ്ത്രം. ദ്രവ്യം സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം. ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ: ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് ദ്രവങ്ങൾ എന്ന് വിളിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് ക്വാർക്ക്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് പിണ്ഡം അഥവാ മാസ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ. സത്യേന്ദ്രനാഥ ബോസ്, പീറ്റർ ഹിഗ്സ് എന്നീ ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥമാണ് ഹിഗ്സ് ബോസോൺ എന്ന പേര് നൽകിയിരിക്കുന്നത്. ക്വാർക്ക് ഗ്ലൂവോൺ. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങളാണ് ഹാഡ്രോൺ. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിന് വളരെ അടുത്ത താപനില തണുപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മുറേ ജെൽമാൻ. ജോർജ് സിഗ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ സത്യേന്ദ്രനാഥ ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്തിടെ കണ്ടെത്തിയ ദ്രവ്യത്തിന്റെ അവസ്ഥ ടൈം ക്രിസ്റ്റൽ. ദൈവഗണം എന്നറിയപ്പെടുന്ന ഹിഗ്സ് ബോസോൺ. ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ലിയോൺ ലിൻഡർമാൻ. അളവുകൾ. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കാനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങളാണ് CGS, MKS, FPS. അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണം നീളം അഥവാ ലെങ്ത്, സമയം, ടൈം, ഭാരം, മാസ്. നീളം, സമയം, ഭാരം എന്നിവയുടെ വിവിധ അളവ് സമ്പ്രദായങ്ങളിലെ യൂണിറ്റുകൾ. ഒരു ബോക്സാണ് പറയുന്നത്. 4 കോളമുള്ള ബോക്സാണ്. അതിൽ നീളം, ഭാരം, സമയം എന്നിങ്ങനെ അടയാളപ്പെടുത്തിക്കുന്നു. നീളത്തിന്റെ CGSലെ യൂണിറ്റ് ആണ് സെന്റിമീറ്റർ. നീളത്തിന്റെ MKSലെ യൂണിറ്റ് ആണ് മീറ്റർ. നീളത്തിന്റെ FPSലെ യൂണിറ്റ് ആണ് ഫുട്ട്. ഭാരത്തിന്റെ CGSലെ യൂണിറ്റ് ആണ് ഗ്രാം. ഭാരത്തിന്റെ MKSലെ യൂണിറ്റ് ആണ് കിലോഗ്രാം. ഭാരത്തിന്റെ FPSലെ യൂണിറ്റ് ആണ് പൗണ്ട്. സമയത്തിന്റെ CGSലെ യൂണിറ്റ് ആണ് സെക്കൻഡ്. സമയത്തിന്റെ MKSലെ യൂണിറ്റ് ആണ് സെക്കൻഡ്. സമയത്തിന്റെ FPSലെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് തന്നെയാണ്. ഇനി കുറച്ച് SI യൂണിറ്റുകൾ പരിചയപ്പെടാം. നീളം ലെങ്ത് മീറ്റർ ആണ്. SI യൂണിറ്റ് മീറ്റർ ആണ്. പിണ്ഡത്തിന്റെ അല്ലെങ്കിൽ മാസിന്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. സമയത്തിന്റെ SI യൂണിറ്റ് ആണ് സെക്കൻഡ്. ഊഷ്മാവിന്റെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് കെൽവിൻ K. വൈദ്യുത പ്രവാഹത്തിന്റെ കറന്റിന്റെ SI യൂണിറ്റ് ആണ് ആംബിയർ. പ്രകാശ തീവ്രതയുടെ ലുമിനസ് ഇൻറ്റൻസിറ്റി അതിന്റെ SI യൂണിറ്റ് ആണ് കാൻല CD. പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നതിന്റെ SI യൂണിറ്റ് ആണ് മോൾ. MKS സമ്പ്രദായത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് SI സമ്പ്രദായം. അതാ സിസ്റ്റം ഇന്റർനാഷണൽ എന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് SI സമ്പ്രദായം. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ 7 ശാസ്ത്രലോകത്തെ അളവുകൾ പ്രസ്താവിക്കാനായി SI യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയ വർഷമാണ് 1960. ദിശ ചേർത്തു പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ, വെക്റ്റർ ക്വാണ്ടിറ്റി. ഉദാഹരണം പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം. ദിശ ചേർത്തു പറയാത്ത അളവുകളാണ് അദിശ അളവുകൾ, സ്കോളാർ ക്വാണ്ടിറ്റി. ഉദാഹരണം സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. കുറച്ച് അളവുകൾ പരിചയപ്പെടാം. ഒരു ഫാത്തം = 6 അടി. ഒരു ഹെക്ടർ = 2.47 ഏക്കർ. ഒരു മീറ്റർ = 100 സെന്റിമീറ്റർ. ഒരു മൈൽ = 8 ഫർലോങ്. ഒരു മൈൽ = 1.6 കിലോമീറ്റർ. ഒരു കിലോമീറ്റർ = 1000 മീറ്റർ. ഒരു അടി =
12 ഇഞ്ച്. ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂള്. 1 വാട്ട് അവർ ഈക്വൽ ടു 36,000 ജൂൾ. 1 ജൂൾസ് ഈക്വൽ ടു 10⁻⁷ എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഊർജം, എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗതികോർജവും സ്ഥിതികോർജവും. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഗതികോർജം ഈക്വൽ ടു 1/2 mv². സ്ഥിതികോർജം ഈക്വൽ ടു mgh. m എന്നത് വസ്തുവിന്റെ പിണ്ഡമാണ്. v എന്നത് വസ്തുവിന്റെ പ്രവേഗമാണ്. g എന്നത് ഗുരുത്വമുള്ള ത്വരണമാണ്. h എന്നത് ഉയരമാണ്. പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജമാണ് ഗതികോർജം. മറ്റു ഉദാഹരണങ്ങളാണ് ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക, ഓടുന്ന വാഹനം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിന്റെ ഗതികോർജമാണ്. ഗതികോർജം എന്താകും? 4 ഇരട്ടിയാകും. വസ്തുവിന്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ സ്ഥിതികോർജം എന്തു ചെയ്യുന്നു? കൂടുന്നു. ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയും, എന്നാൽ സ്ഥിതികോർജം കൂടും. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടമാണ് സൂര്യൻ. സൂര്യനിലെ ഊർജോൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബെർത്ത്. ഭൂമിയിലെ മുഖ്യമായ ഊർജ സ്രോതസ്സുകളാണ് കാറ്റ്, ജലം, തിരമാലകൾ, ജൈവപിണ്ഡം, സൂര്യൻ, ബയോഗ്യാസ് തുടങ്ങിയവ. പുനഃസ്ഥാപിക്കാവുന്ന റിന്യൂവബിൾ ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, ജലശക്തി, ബയോഗ്യാസ്, ജൈവപിണ്ഡം. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത നോൺ റിന്യൂവബിൾ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപമാണ് ശബ്ദോർജം. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ്സാണ് സൗരോർജം. സൂര്യപ്രകാശം വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ. സോളാർ സെൽ നിർമ്മിച്ചിരിക്കുന്നത് ജെർമേനിയം, സിലിക്കൺ എന്നിവ കൊണ്ടാണ്. അനേകം സോളാർ സെല്ലുകൾ അനുയോജ്യമായി യോജിപ്പിച്ചാണ് സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിൽ ഉപയോഗിക്കുന്ന ഊർജങ്ങളിൽ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് 90%. വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ഈസ്റ്റേഴ്സ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ പാർലമെന്റ് പാകിസ്ഥാന്റേതാണ്. ലോകത്തിലെ ആദ്യ വലിയ സൗരോർജ പ്ലാന്റ് സ്ഥാപിച്ച രാജ്യമാണ് മൊറോക്കോ. ഊർജ സംരക്ഷണ നിയമം. ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. പദാർത്ഥത്തെയും ഊർജത്തെയും സംബന്ധിച്ച് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ആവിഷ്കരിച്ച വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തമാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. പിന്നീട് E=mc² എന്ന ഊർജ സമവാക്യത്തിന്റെ പേരിൽ അറിയപ്പെടും. ഇതിൽ E എന്നത് ഊർജത്തെയും, m എന്നത് വസ്തുവിന്റെ പിണ്ഡത്തെയും, c എന്നത് പ്രകാശത്തിന്റെ പ്രവേഗത്തെയും സൂചിപ്പിക്കുന്നു. ഐൻസ്റ്റീനോടുള്ള ആദരസൂചകമായി ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ 100ാം വാർഷികം 2005 ഭൗതിക ശാസ്ത്ര വർഷമായി ആചരിച്ചു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോടെയാണ് ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു.